നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയറുമായിട്ടാണ്. ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്കപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടണതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എൻ്റെ മുടി നേരിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഞാൻ മുടി കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മുടിയുടെ അവസ്ഥ ഏത് ഇത് ശോചനീയ അവസ്ഥയിലായിരുന്നു എന്നുള്ളതൊക്കെ അതിനൊക്കെ ഒരു നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല വ്യത്യാസം പറഞ്ഞാൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മുടിക്ക് നീളം വന്നു. അതുപോലെ തന്നെ മുടി കുറച്ച് ചെറിയ ചെറിയ ഹെയറുകളൊക്കെ നിറച്ച് വന്നപ്പോൾ നമുക്കൊരു ചെറിയൊരു തിക്നെസ് പോലെയൊക്കെ, നല്ല പോലെയൊന്നും അല്ല, എന്നാലും ഒരു നല്ലൊരു വ്യത്യാസം കണ്ടു തുടങ്ങി. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം ഹെയർ ടോണർ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഡെയിലി യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ടോണർ യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ അധികം വീര്യം കുറഞ്ഞ ഷാമ്പുകളൊക്കെ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പാക്കുകളൊക്കെ മുടിക്ക് നമുക്ക് ചെയ്യാം. താരൻ പൂർണ്ണമായും നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ ഓരോന്ന് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കിയത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം ആവശ്യം ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പോൾ ഇപ്പോൾ അതാ ഞാനിവിടെ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇതാണ്. പൂ അത്യാവശ്യമൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ പൂവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് തലയ്ക്ക് വേണ്ടിയിട്ടാണ് വെച്ചാലും എല്ലാത്തിനും നമുക്ക് ഒരു ചെമ്പരത്തിയും അതുമാതിരി തന്നെ തുളസിയും കറിവേപ്പും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചട്ടിയിൽ. നമുക്ക് ആദ്യം ഇപ്പോൾ ഇല ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ കറ്റാർ വാഴ, അലോവേരയാണ്. ഇപ്പോൾ ചൂട് കാരണം ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ അയക്കുകയാണ്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കറ്റാർ വാഴയുടെ ഒരു തണ്ട് കൂടി മുറിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 തണ്ട് നമ്മുടെ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. അലോവേര, ചെമ്പരത്തിയുടെ ഇല നല്ലപോലെ വൃത്തിയിൽ കഴുകി എടുക്കണം. എല്ലാം നല്ലപോലെ വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ടല്ല എടുക്കണത്. ഞാനിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അരക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 2 തണ്ടാണ് എടുത്തിരിക്കണത് കേട്ടോ. അല്ല 2 നമുക്കൊരു 3 തണ്ട് എടുക്കാം. നമുക്കിത് 3 തണ്ടെടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇലയും കൂടി മൊത്തത്തിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒഴിക്കുന്നത്, ഞാനിവിടെ ഉപയോഗിക്കാറുള്ള റോസ്മേരി വാട്ടറാണ്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ. മുടി കൊഴിച്ചിലിന് നല്ല കുറവുണ്ട്. നല്ല കുറവ് പറഞ്ഞാൽ നല്ല പോലെ കുറഞ്ഞു. പുതിയ ഹെയറുകളൊക്കെ ചെറുതൊക്കെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രം വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് തുണി വെച്ചായിരിക്കണത് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് തലയിൽ അങ്ങനെ ചണ്ടിയായിട്ടൊന്നും കിടക്കില്ല. തുണി വെച്ച് നമുക്കത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നിലത്തൊക്കെ പോവുള്ളൂ. ചോട്ടിലാവുമ്പോൾ നമുക്ക് അങ്ങോട്ട് കഴുകി വിട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വർക്ക് ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാ നമ്മുടെ താളി നല്ല പച്ച കളറിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു തിക്നെസ് തോന്നിക്കാൻ സഹായിക്കും, ചളി കളയാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്ട്രെങ്ത് ആവാനും താരൻ പോവാനും ഒക്കെ സഹായിക്കുന്നതാണ്. പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ചെമ്പരത്തിയുടെ ഇല. അതിൽ കൂടെ നിങ്ങൾ അലോവേരയും കൂടി ചേർക്കുക. ഞാനിപ്പോൾ മുടിയിൽ ഇന്നലെ രാത്രി കിടക്കണതിന് മുന്നേ തന്നെ ഓയിൽ കുറച്ച് പുരട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുരട്ടാത്തത്. നിങ്ങൾ അങ്ങനെ ഓയിൽ ഒന്നുമില്ലെങ്കിൽ മുടിയിൽ കുറച്ച് തേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള താളിയിൽ കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തം നമുക്ക് നമ്മുടെ തലമുടിയിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാനതൊന്ന് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ തലമുടി മുഴുവനും
ആദ്യം മണ്ട മുഴുവൻ തേച്ചു, അതിന് ശേഷം തലമുടിയിലും തേച്ചു. അധികം മുടിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ടായി പറഞ്ഞാൽ നമ്മൾ ഓരോ പാക്കുകളും ഒന്നരാടം വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഒരു പാക്ക് ഉപയോഗിക്കുക. അതുമാതിരി തന്നെ ഞാൻ പറഞ്ഞ മാതിരി ടോണറും കൂടി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ നല്ലപോലെ നിൽക്കും. എൻ്റെ പോലെ ബുദ്ധിമുട്ടുള്ള മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക്. മുടി കൊഴിച്ചിലിന് നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറ്റം പിളർന്ന് പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക്, എങ്ങനെ റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കുക. ഞാനിപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് ഇങ്ങനെ വെക്കും, അതിന് ശേഷം കഴുകി കളയുക കേട്ടോ. ഓക്കെ.